10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ 1ഉം 2ഉം പാഠങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCERT പുസ്തകത്തിലെ എല്ലാ പാഠഭാഗങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. PSC പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ അത് കാണുക. ഇത് അവസാനത്തെ സബ്ജക്റ്റാണ് 10ലെ കെമിസ്ട്രി. അപ്പോൾ ഒന്നാമത്തെ പാഠം പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും. ഇതിൽ പ്രധാനമായിട്ടും ഷെല്ലുകളെ പറ്റി, സബ് ഷെല്ലുകളെ പറ്റിയും പീരിയോഡിക് ടേബിളിലെ അതിൻ്റെ ക്രമീകരണങ്ങളെ പറ്റിയും അതിൻ്റെ പ്രത്യേകതകളെ പറ്റിയും ഒക്കെ പറയുന്ന ഒരു പാഠമാണ്. 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിൽ നമ്മൾ ഷെല്ലുകളെ പറ്റി പറഞ്ഞിരുന്നു. ഇനി ഇതിൽ സബ് ഷെല്ലുകളെ പറ്റിയൊക്കെയാണ് പറയുന്നത്. നോക്കാം. ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്തോറും ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ ഊർജം കൂടി വരികയും ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള ആകർഷണ ബലം കുറയുകയും ചെയ്യുന്നു. ഇപ്പോൾ ഷെല്ലുകൾ പറഞ്ഞിരുന്നു, KLMN എന്ന് പറഞ്ഞ ഷെല്ലുകൾ. അപ്പോൾ ന്യൂക്ലിയസിൽ നിന്ന് അകലത്തിലേക്ക് പോകും തോറും എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ ഊർജം കൂടി വരും. അതായത് ന്യൂക്ലിയസിൽ നിന്നുള്ള അട്രാക്ഷൻ കുറഞ്ഞു വരും. അകലേക്ക് പോകുന്തോറും അട്രാക്ഷൻ കുറഞ്ഞു വരും. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണുകൾക്ക് ഊർജം കൂടുകയും ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള ആകർഷണ ബലം കുറയുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഓരോ ഷെല്ലുകൾക്കും കുറെ സബ് ഷെല്ലുകളും കൂടെ പുതിയതായിട്ട് സയന്റിസ്റ്റുകൾ പറഞ്ഞിരുന്നു. അപ്പോൾ ആ സബ് ഷെല്ലുകളാണ് SPDF എന്ന പേര് കൊടുത്തിരിക്കുന്നത്. SPDF എന്ന സബ് ഷെല്ലുകൾ. അപ്പോൾ S എന്ന് പറഞ്ഞ ഷാർപ്പ്, P പ്രിൻസിപ്പിൾ, D ഡിഫ്യൂസ്, F ഫണ്ടമെന്റൽ. അപ്പോൾ ആറ്റഘടനയെ സംബന്ധിച്ച ആധുനിക സിദ്ധാന്ത പ്രകാരം ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ ത്രിമാന മേഖലയിലാണ് സഞ്ചരിക്കുന്നത്. പ്രധാന ഊർജ നിലകളിൽ തന്നെ ഉപ ഊർജ നിലകളുണ്ട്. അപ്പൊ ഈ ഉപ ഊർജ നിലകളാണ് സബ് ഷെല്ലുകൾ എന്ന് പറയുന്നത്. പ്രധാന ഊർജ നിലകളാണ് KLMN എന്നീ ഷെല്ലുകൾ. 9ാം ക്ലാസ് കെമിസ്ട്രിയിൽ വിശദമായി പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഇലക്ട്രോണുകൾ കൂടാൻ സാധ്യതയുള്ള മേഖലകൾ ഉണ്ട് എന്നാണ് പറയുക. അവയാണ് ഓർബിറ്റലുകൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ SPDF എന്ന 4 സബ് ഷെല്ലാണ് ഉള്ളത്. ഇനി ഓരോ ഷെല്ലിലുമുള്ള ഉപ ഊർജ നിലകളെ സബ് ഷെല്ലുകൾ എന്ന് വിളിക്കുന്നു. ഞാൻ പറഞ്ഞു, ഇവ SPDF എന്നിങ്ങനെ ക്രമത്തിൽ നാമകരണം ചെയ്തിരിക്കുന്നു. K ഒഴികെയുള്ള എല്ലാ മുഖ്യ ഊർജ നിലകളിലും ഒന്നിലധികം സബ് ഷെല്ലുകളുണ്ട്. കെയിൽ ഇത്തരത്തിലുള്ള ഒരു ഊർജ നില മാത്രമേ ഉള്ളൂ. അതായത് ഷെൽ നമ്പർ 1 വരുന്നിടത്ത്, അതായത് K ഷെല്ലിൽ ഒരു സബ് ഷെല്ല് S ആയിരിക്കും. ഷെൽ നമ്പർ 2 വരുന്ന L സബ് ഷെല്ലിൽ L ഷെല്ലിൽ 2 സബ് ഷെല്ലായിരിക്കും, Sഉം Pയും. ഇനി ഷെൽ നമ്പർ 3 വരുന്ന M ഷെല്ലിൽ 3 സബ് ഷെല്ലായിരിക്കും ഉണ്ടാവുക, SPD. ഇനി Nലാണെങ്കിൽ 4 സബ് ഷെൽ ഉണ്ടാവും, SPDF. ഇങ്ങനെ ഓരോ ഷെല്ലിന്റെ നമ്പറിനനുസരിച്ച് അത്രയും സബ് ഷെല്ലുകൾ ഉണ്ടാവും. ഈ സബ് ഷെല്ലിലെ സൂചിപ്പിക്കുന്ന രീതി എന്ന് പറയുന്നത്, ഒന്നാമത്തെ ഷെല്ലിലുള്ള സബ് ഷെല്ലാണെങ്കിൽ അതിൽ 1s എന്നും, രണ്ടാമത്തെ ഷെല്ലിൽ ഇപ്പോൾ Sഉം Pയുമാണുള്ളത്. അപ്പോൾ അത് 2s 2p എന്ന് സൂചിപ്പിക്കാം. 2s 2p. മൂന്നാമത്തേതിലാണെങ്കിൽ 3s 3p, അവിടെ Dയും കൂടെ ഉണ്ടാവും. അപ്പോൾ 3D എന്ന് സൂചിപ്പിക്കാം. നാലാമത്തേതിൽ 4s 4p 4D 4f എന്ന് സൂചിപ്പിക്കാം. അപ്പം ഇങ്ങനെയാണ് സബ് ഷെല്ലുകളെ സൂചിപ്പിക്കുന്ന രീതി. ഈ സബ് ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണമുണ്ട്. അപ്പോൾ ഓരോ ഷെല്ലിലെയും ഇലക്ട്രോണുകളുടെ എണ്ണം 2, 8, 18, 32. ഇത് നമ്മൾ 9ാം ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതായത് 2n² എന്ന ഇക്വേഷൻ വെച്ചിട്ടാണ് ഈ 2, 8 ഇങ്ങനെ പറയുന്നത്. അതായത് എന്നിന്റെ നമ്പർ എന്ന് പറയുന്നത് 1, 2, 3 അങ്ങനെ വരുമ്പോഴാണ് 2, 8, 18, 32 എന്ന് പറയുന്നത്. K ഷെല്ല്, M ഷെല്ല്, L ഷെല്ല് അങ്ങനെ വരുന്നത്. അപ്പോൾ അതിൽ കൊള്ളാവുന്ന സബ് ഷെല്ല്, അപ്പോൾ ഒന്നാമത്തതിൽ ഒരു സബ് ഷെല്ലേ ഉള്ളൂ, 1s മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ 1sൽ കൊള്ളാവുന്നത് 2 ഇലക്ട്രോണുകളായിരിക്കും. ഈ S ഷെല്ലിൽ അപ്പോൾ എന്താണ് 2 ഇലക്ട്രോണുകളെ കൊള്ളുള്ളൂ. അപ്പൊ 2s 2 തന്നെയായിരിക്കും. അപ്പൊ 2pയിൽ ഇനി മിച്ചമുള്ളത് 8 - 2 = 6 ആയിരിക്കും. അപ്പൊ P സബ് ഷെല്ലിൽ കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 6 ആയിരിക്കും. ഇനി S ഷെല്ലിലേക്ക് വരുമ്പോൾ Sൽ ഓൾറെഡി പറഞ്ഞു 2 ആണെന്ന് പറഞ്ഞു, Pയിൽ 6 ആണെന്ന് പറഞ്ഞു. 6 × 2 8. പിന്നെ ഇവിടെ മിച്ചമുള്ളത് എത്രയാണ്? 10 ആണ്. അപ്പോൾ Dയിൽ വരുന്നത് 10 ഇലക്ട്രോണുകളായിരിക്കും. ഇനി അടുത്ത നാലാമത്തെ ഷെല്ലിൽ വരുമ്പോൾ ഇവിടെ 32 ആണ് ടോട്ടൽ ഇലക്ട്രോൺ. അപ്പോൾ Sൽ 2 പോയി, Pയിൽ 6 പോയി, Dയിൽ 10 പോയി. പിന്നെ മിച്ചം വരിക എത്രയായിരിക്കും? 14 ആയിരിക്കും F ഷെല്ലിൽ ഉണ്ടാവുക. അപ്പോൾ അതിനെ ക്രോഡീകരിച്ച് പറയുന്നതാണ് Sൽ 2, Pയിൽ 6, D 10, Fൽ 14 എന്നിങ്ങനെ ക്രമത്തിലാണ് ഇലക്ട്രോണുകളുടെ എണ്ണം ക്രമീകരിച്ചിരിക്കുന്നത്.
ഇനി സബ്ഷെല്ലിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ അത് എഴുതുന്നത് എങ്ങനെയാന്ന് നോക്കാം. നൈട്രജൻ N7 എന്ന മൂലകത്തിന്റെ ഇലക്ട്രോണുകളുടെ എണ്ണം 7 ആണ്. അപ്പോൾ അതിന്റെ സബ്ഷെൽ ക്രമം എഴുതുന്നത് 1s2, അതായത് എസിന് മുകളിൽ 2 ചെറുതായിട്ട് 1 എന്ന് പറയുന്നതിന്റെ ഷെൽ നമ്പറും എസ് സബ്ഷെൽ നമ്പറും 2 എന്ന് പറയുന്നത് അതിന്റെ ഇലക്ട്രോൺ നമ്പറും ആയിരിക്കും. 1s2, 2s2, 2p, 3 ആയിരിക്കും. 3 2 5 2 7. അപ്പൊ ഈ രീതിയിലാണ് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നത്. ഇപ്പൊ ഫ്ലൂറിനാണെങ്കിൽ 1s2, 2s2 4ആയി. ഇനി മിച്ചമുള്ളത് 5 ആണ്. പിയില് 6 വരെ പോകുമ്പോൾ 2p5 എന്നായിരിക്കും എഴുതുക. ഇനി ഇവിടെ ഊർജ നിലയിലുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ ഏറ്റവും കുറവ് ഊർജ്ജമുള്ളത് 1s-നാണ്. അത് കഴിഞ്ഞ് മുകളിലേക്ക് പോകുന്നവരും എൽ ഷെല്ലിലുള്ള 2s 2p ആണ് എൽ ഷെല്ലിലുള്ളത്, 2s 2p. എമ്മില് 3s 3p 3d. എന്നിൽ വരുമ്പോൾ 4s 4p അങ്ങനെ പോകുന്നു. അപ്പൊ ഇതിന്റെ ഊർജ നിലയിൽ ഈ ഒരു വ്യത്യാസം ഓർത്തിരിക്കുക. അതായത് ഇത് നോക്കുക, ഇവിടെ 3d-നേക്കാളും കുറഞ്ഞ ഊർജ നിലയാണ് 4s-നുള്ളത്. 3d-യേക്കാളും കുറഞ്ഞ ഊർജ നിലയാണ് 4s-ലുള്ളത്. ബാക്കിയുള്ളതിനൊന്നും കുഴപ്പമില്ല. 3d-നേക്കാളും കുറഞ്ഞ നിലയാണ് 4s-ലുള്ളത്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺ വിന്യാസം നടക്കുന്ന സമയത്ത് 4s കുറഞ്ഞ ഊർജ നിലയിൽ വിന്യാസം നടന്നതിന് ശേഷമേ കൂടിയതിലേക്ക് പോവുള്ളൂ. അപ്പോൾ 4s-ൽ നിന്ന് പിന്നെ 3d-യിലേക്ക് പോവുള്ളൂ. നമുക്കൊരു ഉദാഹരണം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് പറയാം. അതായത് സ്കാൻഡിയത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം SC21 ആണ്. അതായത് 2 8 9 2 എന്നാണ് ഇതിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നത്. അതായത് പൂരണം നടക്കുന്ന ഇങ്ങനെയായിരിക്കും: 1s2, 2s2, 2p6, 3s2, 3p6. പിന്നെ അടുത്തത് 3d ആണ് വരേണ്ടത്. പക്ഷെ 4s-ലാണ് എന്ത് ഇലക്ട്രോണിന്റെ ഊർജം കുറവുണ്ടാവുക. 4s-ലായതുകൊണ്ട് 4s ആയിരിക്കും പിന്നെ എഴുതുക. 4s-ലായിരിക്കും വിന്യാസം വരിക. അപ്പൊ 4s2 പിന്നെ ഉള്ളത് 3d-യിലേക്ക് പോവുള്ളൂ. അപ്പൊ സാധാരണയായി ഇത് എഴുതേണ്ടത് എങ്ങനെയായിരുന്നു? ഇങ്ങനെയായിരുന്നു എഴുതേണ്ടത്: 1s2, 2s2, 2p6, 3s2, 3p6, 3d1, 4s2 എന്നാണ് എഴുതേണ്ടത്. പക്ഷെ ഈ ഊർജ നിലയിലുള്ള വ്യത്യാസം കാരണം നമ്മൾ എഴുതേണ്ടത് എങ്ങനെയാണ്? ഇതാണ്, ഈ രീതിയിലായിരിക്കും എഴുതേണ്ടത്. അതായത് 3d-ക്ക് മുമ്പില് 4s എന്ന ക്രമത്തിലായിരിക്കും എഴുതുന്നത്. ഇനി ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയും ഇലക്ട്രോൺ വിന്യാസത്തിൽ ചില പ്രത്യേകതകളുണ്ട്. ക്രോമിയവും കോപ്പറും. അപ്പൊ ക്രോമിയത്തിന്റെ സ്ഥിരതയുള്ള സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് 1s2, 2s2, 2p6, 3s2, 3p6, 3d5, 4s1 എന്നാണ്. 3d5, 4s1 എന്നാണ്. അപ്പൊ ഇങ്ങനെ ഈ 3d5 വരാൻ കാരണം 3d-യിൽ 6 വരെ പോകുന്നതാണ്. പക്ഷെ 3d5 വരാൻ കാരണം ഡി സബ്ഷെല്ലിന് പരമാവധി 10 ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളാൻ കഴിയും. പരമാവധി 10 ഇലക്ട്രോൺ. എന്നാൽ സബ്ഷെല്ലുകൾ പൂർണ്ണമായി നിറഞ്ഞിരിക്കുന്നതോ പകുതി മാത്രം നിറഞ്ഞിരിക്കുന്നതോ ആയ ക്രമീകരണങ്ങളിലാണ് കൂടുതൽ സ്ഥിരതയുള്ളത്. അതായത് D10 അല്ലെങ്കിൽ D5 കിട്ടുമ്പോഴാണ് കൂടുതൽ സ്ഥിരതയുണ്ടാവുക. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ D4s2, D9s2 എന്നീ ഇലക്ട്രോൺ ക്രമീകരണം വരേണ്ട ആറ്റങ്ങളിൽ സ്ഥിരതയ്ക്ക് വേണ്ടി ഇലക്ട്രോൺ പൂരണത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. ഇതുപോലെ F സബ്ഷെല്ലിലും F7, F14 ക്രമീകരണങ്ങളും ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ 3d6 വരുന്നതിന് പകരം 3d5 കൊടുത്തിരിക്കുന്നത്. 5 വന്നു കഴിഞ്ഞാൽ കൂടുതൽ സ്ഥിരതയുള്ളതുകൊണ്ടാണ്. അതാണ് ക്രോമിയത്തിന്റെ കോപ്പറിന്റെ ഇലക്ട്രോൺ വിന്യാസത്തിലെ പ്രത്യേകത. ഇനി ഈ സബ് ബ്ലോക്കിന്റെ അടിസ്ഥാനത്തിൽ പീരിയോഡിക് ടേബിളിനെ 4ആയിട്ട് തിരിക്കുന്നുണ്ട്: S ബ്ലോക്ക് എലമെന്റ്സ്, P ബ്ലോക്ക് എലമെന്റ്, D ബ്ലോക്ക് എലമെന്റ്, F ബ്ലോക്ക് എന്നിങ്ങനെ സബ്ഷെല്ലിന്റെ അടിസ്ഥാനത്തിൽ. അതായത് ഇത് തിരിച്ചിരിക്കുന്നത് ഏറ്റവും അവസാനത്തെ ഇലക്ട്രോൺ ഏത് ഷെല്ലിലാണോ ഉള്ളത് ആ ഷെല്ലായിരിക്കും ആ ഗ്രൂപ്പ്, ആ ബ്ലോക്ക് എന്ന് പറയും. ഇപ്പൊ എസ് ബ്ലോക്ക് എലമെന്റിൽ ഈ H, ഹീലിയം, ബെർലിയം ഇതിലെല്ലാം അവസാനത്തെ എലമെന്റ് S ബ്ലോക്കിലായിരിക്കും വരിക, S സബ് ഷെല്ലിലായിരിക്കും വരിക. P ബ്ലോക്കിലാണെങ്കിൽ P സബ് ഷെല്ലിലായിരിക്കും. അങ്ങനെയാണ് ഇതിന്റെ വിന്യാസം കൊടുത്തിരിക്കുന്നത്. അപ്പൊ അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ഏത് സബ് ഷെല്ലിലായിരിക്കും അതായിരിക്കും ആ മൂലകം ഉൾപ്പെടുന്ന ഗ്രൂപ്പ്. പീരിയോഡിക് ടേബിളിൽ 1, 2 ഗ്രൂപ്പുകളിൽ ഉൾപ്പെട്ട മൂലകങ്ങളെ S ബ്ലോക്കിലും 13 മുതൽ 18 വരെ ഗ്രൂപ്പിലുള്ളവയെ P ബ്ലോക്കും 3 മുതൽ 12 വരെ ഗ്രൂപ്പിലുള്ളവയെ D ബ്ലോക്കിലും ഉൾപ്പെടുത്തിയിരുന്നു. F ബ്ലോക്ക് മൂലകങ്ങളെ പീരിയോഡിക് ടേബിളിൽ ചുവടെ 2 പ്രത്യേക നിരകളിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 1ഉം 2ഉം S, 13 മുതൽ 18 വരെ P, 3 മുതൽ 12 വരെ D, F ബ്ലോക്ക് താഴെ കൊടുത്തിരിക്കുന്നു.
ഇനി ഓരോ ബ്ലോക്ക് മൂലകങ്ങളും അവയുടെ പ്രത്യേകതകളും പറയുന്നുണ്ട്. എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ചില പൊതുവായ സവിശേഷതകൾ. അപ്പൊ ഇവയെ ആൽക്കലി ലോഹങ്ങളും ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളും എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്, 9ാം ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. 1ാം ഗ്രൂപ്പ് ആൽക്കലി ലോഹങ്ങളും 2ാം ഗ്രൂപ്പ് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളുമാണ്. അപ്പോ ഇവ രണ്ടുമാണ് എസ് ബ്ലോക്ക് മൂലകങ്ങൾ എന്ന്. അപ്പൊ ഇവയുടെ ഓക്സൈഡുകളും ഹൈഡ്രോക്സൈഡുകളും ബേസിക സ്വഭാവമാണ് കാണിക്കുക. ഇവയ്ക്ക് ലോഹ സ്വഭാവം കൂടുതലായിരിക്കും, അയോണീകരണ ഊർജം കുറവായിരിക്കും, ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവായിരിക്കും. ഇതാണ് എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രധാന സവിശേഷതകൾ. ഇനി പി ബ്ലോക്ക് മൂലകങ്ങൾ ശ്രദ്ധിക്കുക. ഇതില് 13 മുതൽ 18 വരെയാണ് പി ബ്ലോക്ക് മൂലകങ്ങൾ. അപ്പോ ഇതില് ബാഹ്യധമ ഷെല്ലിലെ സബ്ഷെൽ ഘടന എന്ന് പറയുന്നത് അവസാനത്തേത് പി ആയിരിക്കും. അതുകൊണ്ടാണ് പി ബ്ലോക്ക് വന്നത്. അപ്പൊ പി 13ാം ഗ്രൂപ്പിലെ ബോറോൺ എടുത്താൽ പിയില് വരുന്നത് 1 ഇലക്ട്രോൺ ആണ്. 14ാം ഗ്രൂപ്പില് 2 ഇലക്ട്രോൺ, 15ാം ഗ്രൂപ്പില് 3 ഇലക്ട്രോൺ, 16ല് 4, 17ല് 5, 18ല് 6. ഈ ഒരു ക്രമത്തിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പി ബ്ലോക്ക് മൂലകങ്ങൾ ഈ ഒരു ക്രമത്തിലായിരിക്കും വന്നിട്ടുണ്ടാവുക. ഇനി 4ാം പീരീഡിൽ വരുന്ന ഡി ബ്ലോക്ക് മൂലകങ്ങൾ എടുത്താൽ ഡി ബ്ലോക്ക് മൂലകങ്ങളിൽ അവസാനത്തെ 2 സബ്ഷെല്ലായ 3Dയും 4Sഉം എടുക്കുകയാണ്. 3Dയും 4Sഉം എടുക്കുകയാണ്. അവയുടെ ഇലക്ട്രോൺ ഘടന കൊടുത്തിരിക്കുന്നു. 3ാം ഗ്രൂപ്പിൽ വരുന്നത് 3D1 4s2, അടുത്തത് 3D2 4s2, 3D3 4s3, അങ്ങനെ ഡിയിൽ കൂടി വരുന്നതാണ് ഇവിടുത്തെ ഡി ബ്ലോക്ക് എലമെന്റിൽ വരുന്നത്. ഇപ്പൊ ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ചില പ്രത്യേകത എന്ന് പറയുന്ന അവസാന ഇലക്ട്രോൺ പൂരണം ബാഹ്യധമ ഷെല്ലിലെ തൊട്ടുള്ളിലെ ഷെല്ലായ ഡി സബ് ഷെല്ലിൽ അടങ്ങിയിരിക്കുന്നവയാണ്. ഡി ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവയെ സംക്രമണ മൂലകങ്ങൾ എന്ന് വിളിക്കുന്നു. അപ്പൊ ഡി ബ്ലോക്ക് മൂലകങ്ങളാണ് സംക്രമണ മൂലകങ്ങൾ, ട്രാൻസിഷൻ എലമെന്റ്സ്. ഡി ബ്ലോക്ക് മൂലകങ്ങളാണ് സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെന്റ്സ്. ഇനി അതിൽ തന്നെ ഒരു കപട സംക്രമണ മൂലകങ്ങൾ എന്ന് പറയുന്നുണ്ട്, സ്യൂഡോ ട്രാൻസിഷൻ എലമെന്റ്സ്. അത് ഓർത്തിരിക്കുക. അതായത് സിങ്ക്, കാഡ്മിയം, അതേപോലെ മെർക്കുറി. സിങ്ക്, കാഡ്മിയം, HG എന്ന് പറയുന്ന മെർക്കുറി എന്നിവ സംക്രമണ മൂലകങ്ങളുടെ എല്ലാ പൊതുഗുണങ്ങളും കാണിക്കുന്നവയല്ല. അതിനാൽ ഇവയെ കപട സംക്രമണ മൂലകങ്ങൾ എന്നാണ് അറിയപ്പെടുക. ഇവിടെ ഇലക്ട്രോൺ വിന്യാസമൊക്കെ കറക്റ്റ് ആയിരിക്കും, പക്ഷെ ഇവയ്ക്ക് സംക്രമണ മൂലകങ്ങളുടെ പൊതുഗുണങ്ങൾ ഉണ്ടാവില്ല. അതുകൊണ്ട് ഇവയെ കപട സംക്രമണ മൂലകങ്ങൾ എന്നാണ് വിളിക്കുക. സംക്രമണ മൂലകങ്ങളുടെ ഉൽപ്രേരക സ്വഭാവം. ഇപ്പോൾ ഉൽപ്രേരകങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ 9th കെമിസ്ട്രിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സ്വയം സ്ഥിരമായ രാസമാറ്റത്തിന് വിധേയമാകാതെ രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ഉൽപ്രേരകങ്ങൾ എന്ന് പറയുന്നത്. രാസപ്രവർത്തനത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങൾ. സാധാരണയായി സംക്രമണ മൂലകങ്ങളും അവയുടെ സംയുക്തങ്ങളും ഉൽപ്രേരകങ്ങളായി ധാരാളം ഉപയോഗിക്കപ്പെടുന്നുണ്ട്. സമ്പർക്ക പ്രക്രിയയിൽ വനേഡിയം പെന്റോക്സൈഡ്, ഹേബർ പ്രക്രിയയിൽ സ്പോഞ്ചി അയോൺ, സസ്യ എണ്ണകളുടെ ഹൈഡ്രജനേഷൻ വഴി വനസ്പതിയുടെ നിർമ്മാണത്തിൽ നിക്കൽ എന്നിവ ഉദാഹരണങ്ങളാണ്. അപ്പോൾ സമ്പർക്ക പ്രക്രിയയിൽ വനേഡിയം പെന്റോക്സൈഡ് ഉപയോഗിക്കുന്നു. ഹേബർ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകമാണ് സ്പോഞ്ചി അയോൺ. സസ്യങ്ങളുടെ എണ്ണ ഹൈഡ്രജനേഷൻ വഴി വനസ്പതിയുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം നിക്കലാണ്. ഇവയെല്ലാം സംക്രമണ മൂലകങ്ങളാണ്. കേരളത്തിന്റെ ധാതു സമ്പത്തുകളെ പറ്റി പറയുന്നുണ്ട്. മോണോസൈറ്റ്, ഇൽമാനൈറ്റ്, സിലിക്കോൺ, റൂട്ടൈൽ തുടങ്ങിയ വിവിധങ്ങളായ ധാതുക്കൾ കേരളത്തിലുണ്ട്. അപ്പോൾ വളരെയധികം ഉപയോഗമുള്ള ടൈറ്റാനിയം ഡയോക്സൈഡ് ഉൽപാദനത്തിലെ അസംസ്കൃത വസ്തുവാണ് ഇൽമനൈറ്റ് എന്ന് പറയുന്നത്. ഇൽമനൈറ്റ് ധാതുക്കൾ കേരളത്തിൽ കൂടുതലായിട്ട് കാണുന്നു. ബ്രീഡർ ന്യൂക്ലിയർ റിയാക്ടറിൽ ഉപയോഗിക്കുന്ന തോറിയത്തിന്റെ ഉറവിടമാണ് മോണോസൈറ്റ് എന്ന ധാതു. നിയോഡീമിയം ലോഹം ഉൽപ്പാദിപ്പിക്കാനുള്ള അസംസ്കൃത വസ്തുവും മോണോസൈറ്റ് ആണ്. ശക്തിയേറിയും ഭാരമില്ലാത്തതുമായ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്ന ലോഹമാണ് നിയോഡിമിയം. ഉരകല്ലുകൾ നിർമ്മിക്കാൻ ആവശ്യമായ സിറിയം ലോഹത്തിന്റെ ധാതു മോണോസൈറ്റ് ആണ്. അപ്പൊ ഇതെല്ലാം കേരളത്തിൽ അടങ്ങിയിരിക്കുന്ന ധാതുക്കളാണ്. ടൈറ്റാനിയം ഡയോക്സൈഡ് ഉൽപാദനത്തിലെ ഇൽമനൈറ്റ്, ബ്രീഡർ ന്യൂക്ലിയർ ഉപയോഗത്തിൽ തോറിയത്തിന്റെ ഉറവിടമായ മോണോസൈറ്റ് തുടങ്ങിയവ. രണ്ടാമത്തെ പാഠമാണ് വാതക നിയമങ്ങളും മോൾ സങ്കല്പവും. ചാൾസ് ലോ, ബോയിൽസ് ലോ തുടങ്ങിയ നിയമങ്ങളും മോൾ സങ്കല്പം അതിനെപ്പറ്റിയും അവഗാഡ്രോ നമ്പർ ഇതിനെപ്പറ്റിയൊക്കെയാണ് ഈ പാഠത്തിൽ പ്രധാനമായും പറയുന്നത്.
ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജത്തിന്റെ അളവാണ് അതിന്റെ താപനില എന്ന് പറയുന്നത്. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജത്തിന്റെ അളവാണ് അതിന്റെ താപനില. വാതകങ്ങളുടെ വ്യാപ്തം, മർദ്ദം ഇവ തമ്മിലുള്ള ബന്ധം പരീക്ഷണങ്ങളിലൂടെ സ്ഥാപിച്ചത് ബ്രിട്ടീഷ് ഭൗതിക ശാസ്ത്രജ്ഞനായ റോബർട്ട് ബോയിലാണ്. ഈ നിയമമാണ് ബോയിൽ നിയമം എന്ന് അറിയപ്പെടുന്നത്. ബോയിൽ നിയമം ഇങ്ങനെയാണ് പറയുക. അതായത് താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും. മർദ്ദം P എന്നും വ്യാപ്തം V എന്നും സൂചിപ്പിച്ചാൽ P × V എന്ന് പറയുന്ന ഒരു സ്ഥിരസംഖ്യയായിരിക്കും. അതായത് താപനില സ്ഥിരമായിരിക്കുമ്പോൾ നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും. അതായത് വ്യാപ്തം കൂടിക്കഴിഞ്ഞാൽ മർദ്ദം കുറയും, വ്യാപ്തം കൂടിയാൽ മർദ്ദം കുറയുകയും വ്യാപ്തം കുറഞ്ഞാൽ മർദ്ദം കൂടുകയും ചെയ്യുന്നു. അപ്പൊ ഇതാണ് വിപരീത അനുപാതം എന്ന് പറയുന്നത്. അപ്പൊ ഈ നിയമമാണ് ബോയിൽ നിയമം എന്നറിയപ്പെടുന്നത്. ഇനി വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധം വിശദീകരിച്ചത് ജാക്കസ് ചാൾസ് എന്ന ശാസ്ത്രജ്ഞനാണ്. ഇത് ചാൾസ് നിയമം എന്ന് അറിയപ്പെടുന്നു. അപ്പൊ ഇവിടെ സ്ഥിരമായിരിക്കുന്നത് മർദ്ദമാണ് സ്ഥിരമായിരിക്കുന്നത്. നേരത്തെ അപ്പുറത്ത് താപമായിരുന്നു സ്ഥിരമായിരിക്കുന്നത്. ഇവിടെ മർദ്ദം സ്ഥിരമായി കഴിഞ്ഞാൽ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് നേരനുപാതത്തിലായിരിക്കും എന്നാണ് ചാൾസ് നിയമം പറയുന്നത്. അതായത് വാതകത്തിന്റെ വ്യാപ്തം താപനിലയ്ക്ക് നേരനുപാതത്തിലായിരിക്കും. വ്യാപ്തം കൂടിക്കഴിഞ്ഞാൽ താപനിലയും കൂടും എന്നതാണ് ചാൾസ് നിയമം പറയുന്നത്. അപ്പൊ വ്യാപ്തം V എന്നും താപനില T എന്ന് സൂചിപ്പിച്ചാൽ V/T എന്ന് പറയുന്ന ഒരു സ്ഥിരസംഖ്യയായിരിക്കും. ഇനി വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് അവഗാഡ്രോ. ഈ നിയമമാണ് അവഗാഡ്രോ നിയമം എന്നറിയപ്പെടുന്നത്. അതായത് താപനില, മർദ്ദം ഇവ സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേരനുപാതത്തിലായിരിക്കും. ഇവിടെ പറയുന്നത് താപനിലയും മർദ്ദവും സ്ഥിരമായിരിക്കുമ്പോൾ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേരനുപാതത്തിലായിരിക്കും. ഇതാണ് അവഗാഡ്രോ നിയമം പറയുന്നത്. അപ്പൊ 3 നിയമങ്ങള്: ബോയിൽ നിയമം വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും. ചാൾസ് നിയമം വാതകത്തിന്റെ വ്യാപ്തവും താപനിലയും നേരനുപാതത്തിലായിരിക്കും. അവഗാഡ്രോ നിയമം വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും നേരനുപാതത്തിലായിരിക്കും. ഇപ്പൊ സൂക്ഷ്മകണികളുടെ മാസ് കൃത്യമായി കണ്ടെത്തുന്നതിന് ആധുനിക സംവിധാനത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ് 1.6 × 10⁻⁻24 ഗ്രാം ആണ്. 1.67 × 10⁻⁻27 ഗ്രാം 24 ഗ്രാം ആണ് ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ്. ഇപ്പോൾ ഒരു ആറ്റത്തിന്റെ മാസ് മറ്റൊരു ആറ്റത്തിന്റെ മാസുമായി താരതമ്യം ചെയ്താണ് ഇപ്പോൾ പ്രസ്താവിക്കുന്നത്. അപ്പോൾ ഇതിന് ഉപയോഗിക്കുന്ന മൂലകം കാർബൺ 12 ആണ്. കാർബൺ 12 ആറ്റത്തിന്റെ മാസിന്റെ 12ൽ ഒരു ഭാഗത്തെ ഒരു യൂണിറ്റായി പരിഗണിച്ചാണ് മൂലകങ്ങളുടെ അറ്റോമിക മാസ് പ്രസ്താവിക്കുന്നത്. ഒരു മൂലകത്തിന്റെ അറ്റോമിക മാസ് എത്രയാണോ അത്രയും ഗ്രാം ആ മൂലകത്തിനെ അതിന്റെ ഒരു ഗ്രാം അറ്റോമിക മാസ് എന്ന് പറയുന്നു. ഒരു മൂലകത്തിന്റെ അറ്റോമിക മാസ് എത്രയാണോ അത്രയും ഗ്രാം ആ മൂലകത്തിന്റെ അതിന്റെ ഒരു ഗ്രാം അറ്റോമിക് മാസ് എന്നാണ് പറയുക. 1 GAM എന്ന് പറയുന്നത്. ഇതിനെ ഗ്രാം ആറ്റം എന്നും ചുരുക്കി വിളിക്കാം. ഉദാഹരണത്തിന് കാർബണിന്റെ അറ്റോമിക മാസ് 12 ആണ്. അപ്പൊ അത് മാസ് ഗ്രാമിൽ പറയുമ്പോൾ 12 ഗ്രാം എന്ന് പറയാം. അപ്പൊ 12 ഗ്രാം എന്ന് പറയുന്നതാണ് ഒരു ഗ്രാം അറ്റോമിക മാസ്. ഓക്കെ, 12 ഗ്രാം എന്ന് പറയുന്നത് ഒരു ഗ്രാം അറ്റോമിക മാസ് ആണ്. അപ്പൊ അതിലെ ആറ്റങ്ങളുടെ എണ്ണം 6.022 × 10⁻23 ആണ്. അപ്പൊ അതായത് ഇത് അവഗാഡ്രോ നമ്പർ ആണ്. ഇത് ഇനി അടുത്തതായിട്ട് പറയുന്നുണ്ട്. അതായത് 1 ഗ്രാം അറ്റോമിക മാസ് ഏത് മൂലകം എടുത്താലും അതിലടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം 6.022 × 10⁻23 ആയിരിക്കും. ഈ സംഖ്യ അവഗാഡ്രോ സംഖ്യ എന്നറിയപ്പെടുന്നു. ഇതിനെ NA എന്ന് സൂചിപ്പിക്കാം. ഈ വാല്യൂ ഓർത്തിരിക്കേണ്ടതാണ്. അപ്പൊ ഏതൊരു മൂലകം എടുത്താലും 1 ഗ്രാം അറ്റോമിക മാസ് എന്ന് പറയുന്നത് 6.022 × 10⁻23 ആറ്റങ്ങളായിരിക്കും അതിലുണ്ടാവുക. ഇതിന് അവഗാഡ്രോ സംഖ്യ എന്ന് പറയുന്നു. ഇനി ഒരു മോൾ ആറ്റം, അതായത് 1 ഗ്രാം ഹൈഡ്രജൻ എന്നത് ഒരു ഗ്രാം അറ്റോമിക മാസ് ഹൈഡ്രജൻ ആണെന്നും അതിൽ 6.022 × 10⁻23 എണ്ണം ആറ്റങ്ങൾ ഉണ്ടെന്നും ഇപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലെ. 1 ഗ്രാം ഹൈഡ്രജൻ എന്നത് 1 ഗ്രാം അറ്റോമിക മാസ് ഹൈഡ്രജൻ ആണ്. അതിൽ 6.022 × 10⁻23 ആറ്റങ്ങൾ ഉണ്ടെന്ന് പറയും. അപ്പൊ ഈ ആറ്റങ്ങളെ, ഈ 6.022 × 10⁻23 ആറ്റങ്ങളെ 1 മോൾ ഹൈഡ്രജൻ ആറ്റം എന്നാണ് പറയുക. 1 മോൾ ഹൈഡ്രജൻ ആറ്റം.
അപ്പോൾ 1 മോൾ കാർബൺ ആറ്റങ്ങൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? 6.022 ഇൻറ്റു 10⁻23 കാർബൺ ആറ്റങ്ങളായിരിക്കും. അപ്പോൾ ഈ അവഗാഡ്രോ നമ്പറിനെ തന്നെ മോൾ എന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 6.022 ഇൻറ്റു 10⁻23 ആണ് 1 മോൾ ആറ്റങ്ങൾ. ഒരു പദാർത്ഥത്തിന്റെ മോളിക്കുലാർ മാസിന് തുല്യമായത് അത്രയും ഗ്രാം ആ പദാർത്ഥത്തെ 1 ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറയുന്നു. ഒരു പദാർത്ഥത്തിന്റെ മോളിക്കുലാർ മാസിന് തുല്യമായ അത്രയും ഗ്രാം ആ പദാർത്ഥത്തിന്റെ ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറയും. ഒരു GMM ഏത് പദാർത്ഥം എടുത്താലും അതിൽ അവഗാഡ്രോ സംഖ്യയ്ക്ക് തുല്യമായ എണ്ണം തന്മാത്രകൾ ഉണ്ടാവും. അപ്പോൾ 6.022 ഇൻറ്റു 10⁻23 തന്മാത്രകളെ 1 മോൾ തന്മാത്രകൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇത്രയും 6.022 ഇൻറ്റു 10⁻23 ആറ്റങ്ങളാണ് 1 മോൾ ആറ്റങ്ങൾ. 6.022 ഇൻറ്റു 10⁻23 തന്മാത്രകളാണ് 1 മോൾ തന്മാത്രകൾ. വലിയ കാര്യങ്ങളൊന്നുമില്ല. ഈ മോൾ ആറ്റങ്ങളും മോൾ തന്മാത്രകളും അതിന്റെ അവഗാഡ്രോ നമ്പറാണ് അതിന് സമമായി വരുന്നത്, ഓർത്തിരിക്കുക. ഇനി സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ STP എന്ന് പറയാറുണ്ട്. അതായത് 273 കെൽവിൻ താപനിലയും 1 ATM മർദ്ദം എന്നിവയാണ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറയുക. അപ്പൊ സ്റ്റാൻഡേർഡ് STPയിൽ വരുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 273 കെൽവിനും മർദ്ദം പ്രഷർ എന്ന് പറയുന്നത് 1 അറ്റ്മോസ്ഫിയറിക് പ്രഷറുമാണ്. അതായത് STPയിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിന്റെയും 1 മോളിന് 22.4 ലിറ്റർ വ്യാപ്തമുണ്ടാവും. അപ്പോൾ STPയിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകം എടുത്താലും അതിന്റെ 1 മോളിന് 22.4 ലിറ്റർ വ്യാപ്തമുണ്ടാവും. ഇത് STPയിലെ മോളാർ വ്യാപ്തം എന്നാണ് അറിയപ്പെടുക. STPയിലെ മോളാർ വ്യാപ്തം എന്നാണ് അറിയപ്പെടുന്നത്. ഇത്രയേ ഉള്ളൂ രണ്ടാമത്തെ പാഠം. അപ്പോൾ ബാക്കിയുള്ള എല്ലാ പാഠഭാഗങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്